ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വിശാഖം ഡേ സ്പെഷ്യൽ അത്തപ്പൂക്കളം ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെന്തായാലും പൂക്കളം എന്ന് മാത്രം പറയാം, അത്തപ്പൂക്കളം എന്നും കൂടി പറയാം. അത്തെന്ന് പറയുമ്പോൾ നമുക്ക് പൂക്കളം എന്നുള്ളൊരു ഇതാണ് അല്ലേ മറ്റേ അവിടെ മനസ്സിൽ. അപ്പോൾ വിശാഖം അത്തപ്പൂക്കളം എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വിശാഖ പൂക്കളം സെറ്റാക്കാമല്ലേ. പക്ഷേ വാവാറ്റ് നോക്കൂ ഗൈസ്, ഇവിടെ ഓൾറെഡി സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സെറ്റാക്കിയിട്ടൊന്നുമില്ല, വാവാറ്റ് ഇപ്പോഴേ ഇവിടെ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ നടുക്ക് വെച്ചേക്കുന്നത് നമ്മുടെ തൊട്ടാവാടിൻ്റെ പൂക്കലാണ്. പിന്നെ ഈ മറ്റേ ഔട്ട്ലൈൻ കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ നമ്മുടെ റെഡ് തുമ്പപ്പൂന്ന്, അതുകൊണ്ടാണ് ഔട്ട്ലൈൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ശാസ്ത്രീയ നാമം എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ വാവാറ്റി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് പൂക്കളം റെഡിയാക്കാം. വാവ് ഗൈസ്, നമ്മളതിനൊരു ഔട്ട്ലൈനായിട്ട് ഇതേ നമ്മുടെ വിടേലിയ പൂക്കൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ ഗായ്സ്. അടുത്ത് നമ്മൾ നെക്സ്റ്റായിട്ട് നമ്മൾ പൂച്ചവാലം പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ പൂച്ചവാലം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പൂച്ചവാലം സ്പെഷ്യലാണ്. ഇപ്പം മഴയൊക്കെ പെയ്തിട്ട് ആകെ അത് നനഞ്ഞ് നിൽക്കുകയാണ്. ശരിക്കും നോക്കിയേ, പൂച്ചേൻ്റെ വാല് നനഞ്ഞ പോലെ തന്നെ ആന്നേ, വെള്ളമായിട്ട്. സാരല്ല, നമുക്ക് പൂച്ചവാലം പറിക്കാം. ഇത് കിക്കാ താത്തുന്നോടി, ഇത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല കേട്ടോ ഗൈസ്, കുറേ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് ഉണ്ടാവൂലേ, കുറേ ഉണ്ടാവുന്നുണ്ട്. ഈ സൈഡിലൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇത് വേഗം ഉണ്ടാവുകയും ചെയ്യും. ആ, നല്ല കട്ടിയിലുണ്ടാവുന്നായിരുന്നു കേട്ടോ. ഇതൊക്കെ ഈയലുകൾ ഫുള്ള് എട്ടുകാലി വലയിൽ കുടുങ്ങി ഗൈസ്. അയ്യോടാ, പിടിക്കണോ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവിടെ. അമ്മേ, ഒക്കെ ജീവനുള്ളതാണോ, ചത്തൂലേ. എട്ടുകാലിമാൻ എന്നെ പിടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ നോക്കും, പക്ഷെ അത് പാവം സ്റ്റൈലില്ല. നമ്മളെ ആരും ഒന്നും ചെയ്യില്ല, കടിക്കില്ല, ഇതുവരെ കടിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട്